ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനുള്ളത് തലശ്ശേരിയിലെ പാരീസ് റെസ്റ്റോറൻറ്റിൽ ആണ്. 80 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു ഹോട്ടൽ അന്നും ഇന്നും ഒരേ ടേസ്റ്റ് തന്നെയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിച്ച എല്ലാവരുടെയും ഒരേ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പഴയ ആ ഒരു ഹോട്ടൽ തന്നെ ഇന്നും അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. യാതൊരു മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ ഏകദേശം ഒരു 80 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഒരു ഹോട്ടലിൽ ഇവിടെ ബിരിയാണി ആണ് മെയിനായിട്ട് എല്ലാവരും കഴിക്കുന്നത്. ബിരിയാണി ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ബിരിയാണി ഇവിടെയുള്ള. അപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ജില്ലകളിൽ നിന്നും പിന്നെ എല്ലാവരും തലശ്ശേരി ബിരിയാണി ഫേമസ് ആണല്ലോ. അപ്പോൾ എല്ലാവരും തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ വന്നാലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കൂടെ വന്നവരെല്ലാം മട്ടൺ ബിരിയാണി കഴിച്ചാലും എനിക്ക് ചിക്കനോടാണ് ഭയങ്കര താല്പര്യം. അപ്പോൾ അവിടുത്തെ ഏതൊരു ബിരിയാണിയും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങുന്ന നല്ല തിരക്ക് വൈകിട്ട് 4 മണി വരെ നല്ല തിരക്കോട് കൂടിയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടില്ലാത്ത ഈ വ്ളോഗ് കാണുന്ന ആരായാലും ഒന്ന് പോയിട്ട് കഴിച്ച് നോക്കുക എന്നുള്ളത് വൃത്തിയായിട്ടുള്ള കാര്യം തന്നെയാണ്. എത്രയായാലും തലശ്ശേരി ബിരിയാണിയുടെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പാരീസ് ഹോട്ടലിൽ വന്നിട്ട് ബിരിയാണി കഴിച്ച് നോക്കുക. 1943 ഈ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടാവുന്നത്. ഇപ്പോൾ തലശ്ശേരി ഫുഡ്, തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് പല നാടുകളിലും നമുക്ക് ഹോട്ടൽ കാണാം. ദുബായിൽ വരെ നമുക്ക് കാണാം തലശ്ശേരി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള തലശ്ശേരി ബിരിയാണീന് അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് തലശ്ശേരിയിൽ നിന്ന് വന്നിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ എന്തായാലും നിങ്ങൾ വന്ന് നോക്കാം. അപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു അത്തറിൻ്റെ ഒരു ഷോപ്പ്. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് അത്തർ, ഒരുപാട് തരം അത്തറുണ്ട്. അവിടെ നമ്മൾ ചെറുതായിട്ട് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്തായാലും തലശ്ശേരിയിൽ വന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇത് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എം.ആർ.ഐയിലേക്ക് പോയതാണ്. ഇപ്പോൾ പുതിയ എം.ആർ.ഐയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ടൈപ്പ് പാനിപ്പൂരി അവിടെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നത് നമുക്ക് ഫുഡ് എന്താ പറയുക, ഒരു എൻജോയ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതൊരു രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എം.ആർ.ഐയിലെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്ത്, ഇത് കാണുന്നൊരു ചിക്കൻ്റെ ഒരു ഹണി, സ്പെഷ്യൽ ഹണി അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുതിയ എം.ആർ.ഐ നമ്മളെ ലോഗൻസ് റോഡിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത എം.ആർ.ഐ ആണ്. അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ലാസ്റ്റ് നമ്മളൊരു കോഫി കുടിച്ച് ഒരു ക്യാപ്പുച്ചിനോ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.